നമസ്കാരം. മധ്യേഷ്യയിൽ വീണ്ടും രക്തച്ചൊരിച്ചിൽ. ഇസ്രായേൽ യുദ്ധം നിർത്തില്ല, ഇറാന് ഒരു കുലുക്കവുമില്ല. പാകിസ്ഥാനിലെ ചർച്ച പരാജയപ്പെട്ടാൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. ലോകം ആശങ്കയോടുകൂടി കാണുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 40 ദിവസത്തെ യുദ്ധമായിരുന്നു. ഇസ്രായേൽ അടക്കം എല്ലാവർക്കും ലക്ഷ്യങ്ങൾ പലതാണ്. പക്ഷെ അവിടെയൊന്നും ഇറാൻ ഒരു തരത്തിലുള്ള കുലുക്കമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇറാനിലെ പഴയ ഭരണ നേതൃത്വത്തെക്കാൾ ചിലപ്പോൾ വളരെ തീവ്രമായിട്ടുള്ള നിലപാടുകളുള്ള, അല്ലെങ്കിൽ വളരെ തീവ്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പുതിയ ഭരണകൂടമാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന, അതായത് IDF വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം, നിലവിൽ 40 ദിവസമായിട്ട് തുടരുന്ന സംഘർഷം അവസാനിപ്പിക്കുവാൻ പാകിസ്ഥാൻ നടക്കാനിരിക്കുന്ന നിർണായകമായിട്ടുള്ള സമാധാന ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഈ വലിയ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചകൾ അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് സാമ്പത്തിക നിലയെ, അതായത് ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന ആശങ്ക അത് നിലനിൽക്കുകയാണ്. ഇസ്രായേലിന്റെ പാർലമെന്റ് നെസറ്റിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് IDF ഇത്തരത്തിലുള്ള ചില മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്. പഴയതിനേക്കാൾ വീര്യം കൂടിയ അല്ലെങ്കിൽ കടുത്ത ശത്രുവിനെയാണ് തങ്ങളിപ്പോൾ നേരിടുന്നത് എന്ന ഇസ്രായേലിന്റെ വിലയിരുത്തൽ മധ്യേഷ്യയിൽ വീണ്ടും രക്തച്ചൊരിച്ചിലിന് കാരണമായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനെ ഇപ്പോൾ നയിക്കുന്നത് പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമേനിയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അഥവാ IRGC എന്ന് പറയപ്പെടുന്നത്. ആ ഗാർഡ് കോറിന്റെ നേതാക്കളാണ് പുതിയ ഭരണകൂടത്തിന്റെ പ്രധാന കരുത്തെന്ന് പറയുന്നത്. മുൻ രാഷ്ട്രീയ നേതൃത്വത്തെ അപേക്ഷിച്ചുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് കൂടുതൽ കടുത്ത നിലപാടുകളാണ് ഇവർക്കുള്ളതെന്ന് ഇസ്രായേൽ നിരീക്ഷിക്കുന്നുണ്ട്. തങ്ങൾ കൂടുതൽ ശക്തരായിട്ട് തിരിച്ചു വന്നുവെന്നും രാജ്യത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നാണ് മുജ്തബ ഖമേനി തന്റെ ആദ്യ സന്ദേശത്തിൽ തന്നെ വ്യക്തമാക്കിയത്. കഴിഞ്ഞ 40 ദിവസമായിട്ട് തുടരുന്ന യുദ്ധം ലോകത്തിന്റെ ഇന്ധന വിതരണത്തെയും പെട്രോകെമിക്കൽ മേഖലയെയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഇറാനിൽ 1000-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതായിട്ടും ഏകദേശം 4000 ലക്ഷ്യങ്ങൾ തകർത്തതായിട്ടും പറയുന്നു. ഇത് ഇസ്രായേലിന്റെ ചില അവകാശവാദങ്ങൾ ആണ് എങ്കിൽ കൂടിയും അത്തരത്തിൽ ചിലത് ഈ യുദ്ധത്തിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സംഘർഷത്തിനിടെ അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ സൈനിക ആസ്തികൾ നഷ്ടപ്പെടുകയും 2 സൈനികരെ രക്ഷിക്കാൻ ഇറാനിൽ അതിസാഹസികമായിട്ടുള്ള ദൗത്യം നടത്തേണ്ടി വരികയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വൻ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടും ശത്രു കൂടുതൽ ശക്തമായിട്ട് മാറുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതായത് എത്രയൊക്കെ ആക്രമിച്ചിട്ടും ഇറാനെ തകർക്കുവാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിയുന്നില്ല എന്നുള്ളിടത്താണ് വലിയ പ്രതിസന്ധി രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രതിസന്ധികൾക്കിടയിലും യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള അവസാന പ്രതീക്ഷ എന്ന നിലയിൽ ഇന്നിപ്പോൾ പാകിസ്ഥാൻ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിർണായകമായിട്ടുള്ള സമാധാന ചർച്ചകൾ നടക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റീവ് വിറ്റ്കോഫ്, ജാരദ് കുഷ്ണർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗത്ത് നിന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഗാലിബാഫ് ചർച്ചകൾക്ക് നേതൃത്വം നൽകും. എന്നിരുന്നാലും ഇറാനിലെ പുതിയ ഭരണകൂടം വിട്ടുവീഴ്ചകൾ തയ്യാറാകുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ചർച്ചകളുടെ വിജയപരാജയങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ ചർച്ചകൾ വിജയം കാണുകയാണെങ്കിൽ മാത്രമായിരിക്കും ഈ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാവുക. പക്ഷേ 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ആ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇറാൻ തീരുമാനിക്കുകയും ചെയ്താൽ മേഖലയിലെ സമാധാനവും ഒപ്പം തന്നെ ഈ ചർച്ചകളും പരാജയമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ മധ്യേഷ്യയിലെ രക്തച്ചൊരിച്ചിലിനൊരു അവസാനം ഉണ്ടാകുന്നില്ല എന്നതാണ്. കാരണം ഇവിടുത്തെ മറ്റൊരു കാരണഭൂതന്മാർ എന്ന് പറയപ്പെടുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിന് ഈ യുദ്ധം നിർത്തുന്നതിന് ഒരു തരത്തിലും അവർക്കതിന് തൃപ്തരല്ല എന്നുള്ളതാണ്. പക്ഷേ ഇറാനെ ഏത് വിധേനയും തരിപ്പണമാക്കുക, അവരുടെ ആണവ മേഖലകളെ, വാണിജ്യ സ്രോതസ്സുകളെയൊക്കെ ഇല്ലായ്മ ചെയ്യുക, ഇറാൻ എന്ന് പറയപ്പെടുന്ന രാജ്യം ഭൂമിയിൽ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ആക്രമണ ശൈലിയാണ് ഇസ്രായേൽ രൂപം കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, അതിൽ നിന്ന് പിന്മാറുവാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല. അവിടെയാണ് ചില ചർച്ചകൾ നടത്തി ഈ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഒരു വലിയ ശ്രമം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കാരണം ലോക രാജ്യങ്ങൾ മുഴുവൻ അമേരിക്കയ്ക്കെതിരെ തിരിയുകയും ലോകത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഒരു യുദ്ധത്തെ കൊണ്ട് ചെന്നെത്തിക്കുന്നു എന്നതാണ്. ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടൊരു യുദ്ധം അത് ഇസ്രായേൽ ഇറാനെതിരെ നടത്തുകയും ഒപ്പം അതിനോടൊപ്പം അമേരിക്ക പങ്കുചേരുകയും ചെയ്തപ്പോൾ ലോകം മുഴുവനും രക്തച്ചൊരിച്ചിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തു.
അപ്പോൾ അതുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹോർമൂസ് കടലെടുക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ വ്യാപാര മേഖലയെ സ്തംഭിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. സാമ്പത്തിക മേഖല തകർച്ചയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അങ്ങ് ഇറാനിൽ നടക്കുന്ന യുദ്ധം എങ്ങനെയാണ് ഇന്ത്യക്ക് ഭീഷണിയാവുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് ഭീഷണിയാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണല്ലോ. ഇവിടെ ഇപ്പോൾ ഗ്യാസിനടക്കം പെട്രോളിനടക്കമുള്ള കാര്യങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു കുറവ് എന്ന് പറയപ്പെടുന്നത്, ഈ ഒരു ഷോർട്ടേജ് എന്ന് പറയപ്പെടുന്നത് നികത്താൻ കഴിയാതായി പോകുന്നു. അത് ഈ യുദ്ധം വരുത്തി വെച്ച വിനയാണ്. ലോകഭൂപടത്തിലേക്ക് നോക്കിയാൽ സാമ്പത്തിക സ്രോതസ്സുകൾ അടയുകയും സാമ്പത്തികമായിട്ടുള്ള വലിയ അന്തരങ്ങൾ ഉണ്ടാവുകയും വിലക്കുറവ് ഇല്ലാത്ത ഒരു കാലാവസ്ഥയിൽ എത്തുകയും വലിയ വില കൂടുതലിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ യുദ്ധം. അപ്പൊ അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ ചർച്ചകൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ ഈ മധ്യേഷ്യയിൽ വീണ്ടും ഒരു രക്തച്ചൊരിച്ചിൽ, ആഗോള രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തപ്പെടും. അത് ഇസ്രായേലിന്റെയും ഈ പറയുന്ന അമേരിക്കയുടെയും ഇറാന്റെയും യുദ്ധം മാത്രമായി മാറില്ല, പകരം അത് ലോകത്തെ മുഴുവൻ ബാധിച്ചേക്കുമെന്നുള്ള വലിയ ആശങ്ക നിലനിൽക്കുകയാണ്.